കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തക ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ സുന്ദരകാണ്ഡത്തിൽ 4-ാം സർഗത്തിൽ 24-ാമത്തെ ശ്ലോകം, അതായത് ഹനുമാൻ്റെ ഉപദേശമാണ്. ആർക്ക്? രാവണനെ ഒട്ടും രസിക്കണില്ല. എങ്കിലും രാവണനെ ഉപദേശിക്കുകയാണ്. ഹനുമാനെ എന്താ പറഞ്ഞ്? രാമൻ സാധാരണ ഒരു മനുഷ്യൻ ആണ് എന്നും നിൻ്റെ ആ വിവേകമില്ലായ്മ, സാധാരണ മനുഷ്യനാണെന്ന് നീ വിചാരിക്കണ്ടല്ലേ, ആ വിവേകമില്ലായ്മയും നിൻ്റെ ശത്രുവാണ് രാമൻ എന്നുള്ള ആ ഭാവത്തിനെയും നീയെ ഉപേക്ഷിക്കൂ. ഭാര്യയെ അപഹരിച്ച നിന്നിൽ ദേഷ്യം ഉണ്ടാവുമോ? നിന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് നിനക്ക് വല്ല ശങ്കയുണ്ടെങ്കിൽ അതുപേക്ഷിച്ചോളൂ. ശരണം പ്രാപിക്കുന്നവരാരായിരുന്നാലും അവരെ സ്നേഹിക്കുക മാത്രമല്ല അനുഗ്രഹിക്കുകയും ചെയ്യുന്ന അത്ര കാരുണ്യമുള്ള ആളാണ് എൻ്റെ നാഥനായിട്ടുള്ള ശ്രീരാമ ഭഗവാൻ. അപ്പോൾ മാത്രമല്ല, എങ്ങനെയാണ് ഭജിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. കേൾക്കൂ. മക്കളോടും ബന്ധുജനങ്ങളോടും കൂടി സീതാദേവിയെ ശ്രീരാമന് കൊടുത്തു വരൂ, തിരിച്ചു കൊടുക്കൂ. എന്നിട്ട് സർവാപരാധം ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കൂ. അങ്ങനെ ശ്രീരാമ ഭഗവാനെ ശരണാഗതി അടഞ്ഞാൽ രാമൻ നിന്നെ ഒരിക്കലും ഉപദ്രവിക്കില്ല, നിന്നോട് ശത്രുത കാണിക്കാതെ നിന്നെ അനുഗ്രഹിച്ച് പറഞ്ഞേക്കും എന്ന് പറയണം. അതൊന്നും രാവണന് ഇഷ്ടാവില്ലല്ലോ. 25-ാമത്തെ ശ്ലോകം രാമം. ഇപ്പം നമ്മൾ 25 രാമം പരാത്മാനമഭാവയൻ ജനോ ഭക്ത്യാ ഹൃദിസ്ഥം സുഖരൂപമദ്വയം കഥം പരം തീരമവാപ്നുയാജ്ജഡോ ഭവാംബുധേർ ദുഃഖതരംഗമാലിനഃ. സുഖരൂപം മീൻസ് എന്താണ്? സുഖസ്വരൂപനും അദ്വയം രണ്ടാമതൊന്നില്ലാതെ നിൽക്കുന്നവനും ഭഗവാൻ മാത്രമല്ലേ ഉള്ളൂ. അദ്വയം. ഹൃദിസ്ഥം എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്നവനും പരാത്മാനം പരമാത്മാവു തന്നെയായ രാമനെ ഭക്തിയ പരമസ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി അഭാവയൻ അങ്ങനെ വിചാരിക്കാതിരിക്കുന്ന ജഡഹജന അങ്ങനെയുള്ള ജഡന്മാരായിട്ടുള്ള അവിവേകികളായിട്ടുള്ള ആൾക്കാർ ദുഃഖതരംഗമാലിനഹ ഭവാംബുധേ. ദുഃഖങ്ങളാകുന്ന തരംഗം തിരമാല അല്ലേ? ദുഃഖങ്ങളാകുന്ന തിരമാലകളോട് കൂടിയ ഈ സംസാര സാഗരത്തിൻ്റെ പരം തീരം എങ്ങനെ നമ്മൾ തരണം ചെയ്യും? മറുകരയെ കഥം ആപ്നുയാത് എങ്ങനെ പ്രാപിക്കും എന്ന് എന്താ പറയണറിയോ? എന്താ അതിൽ പറയണ വെച്ചാൽ, ഈ ശ്രീരാമചന്ദ്രൻ്റെ പാതാരവിന്ദങ്ങളിലുള്ള അനന്യഭക്തി ലഭിച്ചാൽ മാത്രമേ സംസാര ദുഃഖം നശിക്കൂ. അതുകൊണ്ടാണ് രാമനെ ഭജിക്കൂ എന്ന് ഹനുമാൻ മുമ്പ് പറഞ്ഞതേ. ഇനി പറയാണ് രാമനെ ഭജിക്കൂ എന്നുവെച്ചാൽ രാമൻ എന്താണ് ശരണാഗതി അടഞ്ഞവരെ ഒരിക്കലും കൈവെടിയില്ല എന്ന് പറഞ്ഞു. ഇനി എന്താ പറയണ വെച്ചാൽ അതിനെയാണ്, അതായത് അങ്ങനെ ചെയ്താൽ ശരണാഗതി അടഞ്ഞാൽ രാമൻ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. ഇനി ചെയ്തില്ലെങ്കിൽ അവർക്ക് എന്നും ദുഃഖമാണെന്ന് പറയുകയാണേ. അതായത് ഇങ്ങനെയാണ് പുരാണങ്ങളിലൊക്കെ അന്വയവും വ്യതിരേകവും എന്ന് പറയും. അന്വയം എന്ന് പറഞ്ഞാൽ അതായത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ലഭിക്കും, നല്ലത് വരും എന്ന് പറഞ്ഞു ആദ്യം. ഇനി എന്താ പറഞ്ഞാൽ വെച്ചാൽ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നല്ലത് വരാനിടയില്ല, അതാണ് വ്യതിരേകം. അങ്ങനെ പറയാം. ഇനിയിപ്പോൾ അതാണ് പറയണത് ഈ ശ്ലോകത്തിൽ. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു അങ്ങനെ ഭഗവാനെ ശരണാഗതി അടഞ്ഞാൽ ഭഗവാൻ എന്നും നിന്നെ കാത്തു രക്ഷിക്കും എന്ന് പറഞ്ഞു. ഇനി എന്താ പറയണ വെച്ചാൽ ഈ ശ്ലോകത്തിൽ എന്താ വെച്ചാൽ എന്താ പറയണ വെച്ചാൽ അതായത്
ഈ ശത്രുവായിട്ടുള്ള രാമനെ നമസ്കരിക്കൂ. അത് മാത്രമേ ഈ സംസാര ദുഃഖ നിവൃത്തിക്ക് ഒരു വഴിയുള്ളൂ. രാമനെ സർവാത്മനാ ആശ്രയിക്കാതെ ഒരിക്കലും ദുഃഖനിവൃത്തി ഉണ്ടാവില്ല. അതുകൊണ്ട് അവനെ തന്നെ ആ വിവരം അറിഞ്ഞിട്ട് അതിമൃത്യും ഏതി മൃത്യുവിനെ അതിക്രമിക്കുന്നു. അയനായ മോക്ഷത്തിനായിക്കൊണ്ട് അന്യഹ പന്ഥ വേറൊരു വഴിയില്ല. അതാണ് പറഞ്ഞത്. അതായത് ജനിക്കുക മരിക്കുക, ഈ ജനന മരണ ചക്രത്തിൽ ചുറ്റിത്തിരിയുക എന്നുള്ളതെന്ന് ഈ മരണചക്രത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് ഭഗവാനെ പ്രാപിക്കാൻ നമുക്കൊരൊറ്റ വഴിയുള്ളൂ, ആ ഭഗവാനെ അറിയണം. വേറൊരു വഴിയും നമുക്ക് ഈ സംസാര ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇല്ല, മറ്റ് യാതൊരു മാർഗവും ഇല്ല എന്നാണ് പറയണത്. അതായത് പരമാത്മാവ് തന്നെയായിട്ടുള്ള ആ ശ്രീരാമചന്ദ്രനെ അങ്ങേയറ്റം സ്നേഹത്തോടു കൂടി ഹൃദയകമലത്തിൽ ധ്യാനിച്ച് ഇരിക്കൂ. അതല്ലാതെ, അതായത് ഭഗവാനെ അവഗണിച്ച് നടക്കുന്ന ജനങ്ങൾ ബഹുവിധമാകുന്ന ദുഃഖം ആകുന്ന തിരമാലകളുള്ള ഈ സമുദ്രത്തിൽ നിന്ന് ഒരിക്കലും കരകയറില്ല. എങ്ങനെയാണ് മറുകരയ്ക്ക് എത്തുക? ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കാതെയും ഭഗവാനെ അവഗണിച്ചും നടക്കുന്ന അവിവേകികളായിട്ടുള്ള ജനങ്ങൾക്ക് ഈ ദുഃഖമാകുന്ന തിരമാലകൾ അലതല്ലുന്ന ഈ സാഗരത്തിൻ്റെ മറുകര കടക്കാൻ ഒരിക്കലും സാധിക്കില്ല. അല്ലെങ്കിൽ എങ്ങനെ സാധിക്കും? അല്ലെങ്കിൽ സാധിക്കില്ല എന്നാണല്ലോ അർത്ഥം. എന്താച്ചാൽ ഈ വിഷയസുഖങ്ങളൊക്കെ നൈമിഷികമാണ്, നാശരഹിതമല്ല. പക്ഷേ ശ്രീരാമചന്ദ്രനാണെങ്കിലോ നിരതിശയ സുഖം നൽകുന്ന ആനന്ദസ്വരൂപനാണ്. അങ്ങനെ ഇരിക്കുന്ന രാമനെ അവഗണിച്ച് മറ്റെന്ത് ചെയ്താലും നിങ്ങൾക്ക് ഈ ദുഃഖസാഗരം ഒരിക്കലും കടക്കാൻ സാധിക്കില്ല. അത് മനസ്സിലാക്കൂ. അതുകൊണ്ട് രാമനാണ് ഈ സംസാര സമുദ്രത്തിൻ്റെ മറുകര എത്തിക്കാൻ രാമന് മാത്രമേ കഴിയൂ എന്ന് മനസ്സിലാക്കൂ എന്ന് പറയാണ്. അല്ലെങ്കിൽ എന്താ പറയണേ, രാമനെ മനസ്സിലാക്കാത്തവർക്ക് ഒരിക്കലും മറുകരയിലെത്താൻ സാധിക്കില്ല എന്ന്. കഴിഞ്ഞതിൽ പറഞ്ഞു രാമനെ ശരണാഗതി അടയൂ, നിന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു. ഇതിൽ പറഞ്ഞു രാമനെ ധ്യാനിക്കാത്തവർക്ക് ഒരിക്കലും ഈ സംസാരസാഗരം കടക്കാൻ സാധിക്കില്ല. അങ്ങനെ അതിനെ ഉറപ്പിക്കുകയാണ് പറഞ്ഞിട്ട്. രാമം പരാത്മാനം അഭാവയൻ ജനോ ഭക്ത്യാ ഹൃദിസ്ഥം സുഖരൂപമദ്വയം. അഭാവയൻ വെച്ചാൽ ആരാണ് രാമനെ ആലോചിക്കാത്ത, ധ്യാനിക്കാത്ത ഹൃദയത്തിൽ അവർക്ക് കഥം പരം എങ്ങനെ തീരമവാപ്നുയാജ്ജടോ ഭവാംബുധേർ ദുഃഖതരംഗമാലിന. ഈ ദുഃഖസാഗരം, സംസാരസാഗരം, ദുഃഖമാകുന്ന തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംസാരസാഗരം കഥം പരം എങ്ങനെ കടക്കാൻ പറ്റും, മറ്റേ തീരത്തേക്ക് എത്താൻ പറ്റും? ആർക്ക്? രാമനെ ധ്യാനിക്കാത്ത അല്ലെങ്കിൽ രാമനെ അറിയാത്ത അവിവേകികളായിട്ടുള്ള ജനങ്ങൾക്കതൊരിക്കലും സാധിക്കില്ല. ഇനി 26. നോ ചേത്വമജ്ഞാനമയേന വഹ്നിന ജ്വലന്തമാത്മാനമരക്ഷിതാരിവത് നയസ്യഥോഥ സ്വകൃതൈശ്ച പാതകൈർ വിമോക്ഷശങ്ക നചതേ ഭവിഷ്യതി. ഇനിയും പറയണം, ഹനുമാനൊരു ചാൻസ് കിട്ടിയപ്പോഴേ ശരിക്കും പറയുന്നതാണ് രാവണനോടേ, നോ ചെയ്ത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ, അതായത് ശ്രീരാമ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഭഗവാനെ പരമാത്മാവായിട്ട് അറിഞ്ഞില്ലെങ്കിൽ അജ്ഞാനമയേന വന്യന അജ്ഞാന രൂപമാകുന്ന തീയിനാൽ ജ്വലന്തം ആത്മാനം കത്തിക്കൊണ്ടിരിക്കുന്ന ആത്മാവിനെ, അജ്ഞാനമാകുന്ന തീയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ആത്മാവിനെ അരക്ഷിതാത്വം രക്ഷിക്കാതെ നീ ഇങ്ങനെ നിൻ്റെ ആത്മാവ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ നീയ് ശത്രുവിനെ പോലെ സ്വകൃതൈഹി പാതകേഹി നിന്നാൽ ചെയ്യുന്ന
തെറ്റുകളിൽ കൂടി അധോധ ആത്മാനം നയന്തി, നീ ആത്മാവിനെ താഴത്തേക്ക് അധോഭാഗത്തിലേക്ക് നയിക്കുകയാണ്. തേ വിമോക്ഷശങ്ക നിനക്ക് ഇതിന്ന് മുക്തി കിട്ടാമെന്നുള്ള ശങ്ക പോലും ഭവിഷ്യതി ഭവിക്കില്ല. ഇന്ന് മുക്തി കിട്ടണമെന്ന് പോലും അറിയില്ല. അപ്പോൾ എന്താ പറയുക പറയണേ, ഞാനിപ്പോൾ ഈ ഉപദേശം അനുസരിച്ചിട്ട് നടക്കാതിരുന്നാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ ഭഗവാനെ ശരണാഗതി അടയൂന്ന്, അങ്ങനെ നീ ചെയ്തില്ലെങ്കിൽ അജ്ഞാനമാകുന്ന തീയിൽ വെന്തുകൊണ്ടിരിക്കുന്ന ആത്മാവിനെ രക്ഷിക്കാത്ത നീ തന്നെയാണ് നിൻ്റെ ശത്രു എന്ന് എനിക്ക് പറയേണ്ടി വരും എന്ന് പറയാണ്. അതാ പറഞ്ഞ ശരിക്കും അതേട്ടോ, അതാണ് പറയണേ. നീ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഭഗവാനെ അനന്യഭക്തിയോടുകൂടി ശരണാഗതി അടയുമെന്ന് പറഞ്ഞില്ലേ, അത് നീ ചെയ്തില്ലെങ്കിൽ അജ്ഞാനമാകുന്ന തീയിൽ നിൻ്റെ ആത്മാവ് നശിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അജ്ഞാനമാകുന്ന തീയിൽ വെന്തുരുകുന്ന നിൻ്റെ ആത്മാവിൻ്റെ ശത്രു നീ തന്നെയാണെന്ന് മനസ്സിലാക്കിക്കോളൂ. എപ്പോൾ? അതായത് ഭഗവാനെ സ്മരിക്കാത്തോടത്തോളം കാലം, ഭഗവാനിൽ അനന്യഭക്തിയോടുകൂടി ശരണാഗതി പ്രാപിക്കാത്തിടത്തോളം കാലം നീ നിൻ്റെ തന്നെ ശത്രുവാണ് എന്ന് മനസ്സിലാക്കിക്കോളൂ. നിൻ്റെ ആത്മാവിനെ അറിയാത്തവൻ അവനെൻ്റെ ശത്രുവാണ്. അതായത് നീ എന്നെ ചെയ്യണ ഈ പാപകർമ്മങ്ങൾ കൊണ്ട് ആത്മാവിനെ നീ അധപ്പതിപ്പിക്കുകയാണ്. അല്ലാതെ ഒരിക്കലും ഈ സംസാര ചക്രത്തിൽ നിന്ന് നിനക്ക് മുക്തി ഉണ്ടാവുമോ എന്നുള്ള ശങ്ക പോലും വേണ്ട. ഒരിക്കലും നിനക്ക് മുക്തി ഉണ്ടാവാൻ പോകുന്നില്ല. നീ ഇപ്പം ചെയ്യണ പാപകർമ്മങ്ങൾ കൊണ്ട് നിന്നെ ആത്മാവ് കത്തിക്കൊണ്ടിരിക്കുകയാണ് അജ്ഞാനം കൊണ്ട്. അതിന് നീ പിന്നെയും അധപ്പതിപ്പിക്കുകയാണ്. എന്താ വെച്ചാൽ, അതായത് നിൻ്റെ ശത്രുവിനെയാണ് നീ എന്ന് പറയുന്നത്. അനാത്മനസ്തു ഗുരു ശത്രുത്വേ വർത്തേത് ആത്മൈവ ശത്രുവത് എന്നൊരു ഒരു ഒരു ശ്രുതിയിലൊരു ഇതുണ്ട്. എന്താ വെച്ചാൽ അനാത്മനസ്തു ശത്രുത്വേ വർത്തേത് ആത്മൈവ ശത്രുവത്. അതായത് ആത്മാവിനെ അറിയാത്തവൻ അവനവന് തന്നെ ശത്രുവാണെന്നാണ് ഭഗവത് വാക്യം. അപ്പം അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. പറയണ, ഹേ രാവണ, നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കിൽ നീ തന്നെ നിൻ്റെ ശത്രുവായി തീർന്നിരിക്കുന്നു. നീ തന്നെ നിൻ്റെ ആത്മാവിനെ അധപ്പതിപ്പിക്കുകയാണ്. ഒരിക്കലും ഇനി അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നിനക്ക് മോചനം ലഭിക്കാൻ പോകുന്നില്ല. ശങ്ക പോലും വേണ്ടാന്ന്. നോചേത്വമജ്ഞാനമയേന വഹ്നിന ജ്വലന്തമാത്മാനമരക്ഷിതാരിവത് നയസ്യഥോധ സ്വകൃതൈശ്ച പാതകൈഹി. ഇപ്പം നീ ചെയ്യണ പാപങ്ങൾ വിമോക്ഷശങ്ക നചതേ ഭവിഷ്യതി. നിൻ്റെ ആത്മാവിനെ അധപ്പതിപ്പിക്കുകയാണ്. അല്ലാതെ സംസാര സങ്കടത്തിൽ നിന്ന് കരകയറാം എന്നുള്ള ശങ്ക പോലും നിനക്ക് ഉണ്ടാവാൻ അർഹിക്കണില്ല. ശ്രുത്വാമൃതാസ്വാദസമാനഭാഷിതം തദ്വായുസൂനോർദശകന്ധരോസുരഃ അമൃഷ്യമാണോതിരുഷാ കപീശ്വരം ജഗാദരക്താന്തവിലോചനോ ജ്വലൻ. വായുസേനോ വായുപുത്രൻ്റെ അമൃതാസ്വാദസമാനഭാഷിതം തദ്, അമൃതത്തിന് തുല്യമായിട്ടുള്ള ആ വാക്കുകളെ ശ്രുത്വ ദശകന്ധര കേട്ടിട്ട് ആ രാവണൻ ദശമുഖൻ അമൃഷ്യമാണാച്ചാലോ സഹിക്കാത്തവനും ദേഷ്യം വന്നിട്ടേ അതിരുഷാജ്വലൻ അതിയായ കോപം കൊണ്ട് ജലിക്കുന്നവനും രക്താന്തലോചന ചുമന്ന കണ്ണുകളോടുകൂടിയവനുമായിട്ട് കപീശ്വരം ജഗാദ. ആരോട് പറഞ്ഞു? ഹനുമാനോട് പറഞ്ഞു. അപ്പോൾ ഹനുമാൻ്റെ വാക്കുകൾ കഴിഞ്ഞു ഈ 26 കൂട്ടേ. അപ്പോൾ ഹനുമാൻ്റെ ഈ അമൃതസമായിട്ടുള്ള വാക്കുകൾ കേട്ടപ്പോൾ രാവണന് അമുഷ്യമാണാ പറഞ്ഞു, സഹിക്കാൻ കഴിയാത്തത്ര ദേഷ്യം കൊണ്ട് കോപം കൊണ്ട് ജ്വലിക്കാൻ തുടങ്ങി. എന്നിട്ട് കണ്ണുകളൊക്കെ ചുമന്ന കണ്ണ് ദേഷ്യം കൊണ്ട് ജ്വലിക്കുന്ന രാവണൻ ഈ കപീശ്വരനോട് ഹനുമാനോട് ഇപ്രകാരം ജഗാദ പറഞ്ഞു എന്ന്.
ശരിക്ക് അമൃതം കഴിച്ചാലുള്ള പോലെ ആനന്ദം നൽകണ വാക്കുകളാണ് ഹനുമാൻ ഉച്ചരിച്ചത്. പക്ഷേ രാവണനത് ഒട്ടും അമൃതം പോലെ തോന്നിയില്ല, വിഷം പോലെ തോന്നിയത്. അതാണ് പാപത്തിൻ്റെ ശക്തി അല്ലേ. അമൃതാനന്ദകരമായിട്ടുള്ള വാക്കുകളെ വിഷമായിട്ടാണ് അനുഭവപ്പെട്ടത് അവർക്ക് രാവണൻ്റെ പാപത്തിൻ്റെ ഫലം. അപ്പോൾ കോപം കൊണ്ട് ജ്വലിച്ചിട്ട് കടക്കണ്ണിങ്ങനെ ചുമന്നുകൊണ്ട് ഹനുമാനോട് പറഞ്ഞു, ശ്രുത്വാമൃത ആസ്വാദന ശ്രുത്വാമൃത ആസ്വാദ സമാന ഭാഷിതം തദ്വായുസൂനോർദശകന്ധരോസുരഃ അമൃഷ്യമാണോതിരുഷാ കപീശ്വരം ജഗാദ രക്താന്തവിലോചനോ ജ്വലിച്ചുകൊണ്ടേ കോപം കൊണ്ട്. കഥം മമാഗ്രേ വിലപസ്യഭീതവദ് പ്ലവംഗമാനാഥമോസി ദുഷ്ടധീഃ ക ഏഷ രാമ കഥമോ വനേചരോ നിഹന്മി സുഗ്രീവയുതം നരാധമം. എന്താ പറയണം, ദേഷ്യം വന്നിട്ട്, മമ അഗ്രേ എൻ്റെ മുമ്പിൽ, അഭീതവത് കഥം വിലപസി, എന്നെ പേടിയില്ലാത്തവർ ലോകത്തിൽ ആരുമില്ല, എന്നിട്ട് എൻ്റെ മുമ്പിൽ യാതൊരു പേടിയില്ലാതെ നീ ഇങ്ങനെ വാക്കുകൾ എന്നോട് പറയണു. ദുഷ്ടധീഹി ത്വം, ദുഷ്ടബുദ്ധിയായ നീ, ഹനുമാനോട് പറയാണ് അവണ്ണി, പ്ലവങ്കമാനാം അഥവഹ അസി, നീയെ വാനരന്മാരിൽ ഏറ്റവും അധമനാകുന്നു. ഏഷഹ രാമഹ ക, ഈ രാമൻ, നിൻ്റെ രാമൻ ആര്? വനേചരഹ കഥമ, നിൻ്റെ സുഗ്രീവൻ വനത്തിൽ നടക്കണ ഈ കാട്ടിൽ ഓടി നടക്കണ സുഗ്രീവൻ ആര്? സുഗ്രീവയുധം നരാധമ നിഹന്മി, സുഗ്രീവനോട് ചേർന്നിരിക്കുന്ന, സുഗ്രീവനോട് സഖ്യം ചെയ്തിരിക്കുന്ന ആ നരാധമനെ, രാമനെ ഞാൻ കൊല്ലുന്നുണ്ടെന്ന്, ഹനിക്കുന്നുണ്ട്. നിഹന്മി ചെന്ത, നിഗ്രഹിക്കുന്നുണ്ടെന്ന്. എൻ്റെ മുമ്പിൽ പേടിയില്ലാത്തവനെ പോലെ ഇങ്ങനെ നീ പറയണോ? അതിനുള്ള ധൈര്യം നിനക്കുണ്ടായോ? നീ വാനന്മാരിലെ ഏറ്റവും അധമനാണ്, ദുർബുദ്ധിയാണ് നിനക്ക്. നീ പറയുന്ന ഈ രാമൻ ആരാ? നീ പറഞ്ഞ സുഗ്രീവൻ ഏതൊരാളാ? എന്താ അവർക്കൊക്കെ ഒരു കേമത്തുള്ളത്? വാനന്മാരോട് ചേർന്ന് മനുഷ്യനെ അധമനല്ലേ വിളിക്കേണ്ടതെന്നുള്ള നിലയ്ക്കാണ്. അതായത് വാനരോട് ചേർന്ന അധമനെ ഞാൻ കൊല്ലുന്നുണ്ട്, വേഗം തന്നെ താമസിയാതെ നിഗ്രഹിക്കുന്നുണ്ട്. അതാണ് ആദ്യം പറഞ്ഞത്. കഥം മമാഗ്രേ വിലപസ്യ ഭീതവത് പ്ലവംഗമാനാഥമോസി ദുഷ്ടധീഃ ക ഏഷ രാമ കഥമോ വനേചരോ നിഹന്മി സുഗ്രീവയുധം നരാധമം. ആ സുഗ്രീവനോട് ചേർന്ന നരാധമനെ ഞാൻ ഹനിക്കുന്നുണ്ട്. ഇനി 6 വരിയാണ് കേട്ടോ. ത്വാം ചാദ്യ ഹത്വാ ജനകാത്മജാം തതോ നിഹന്മി രാമം സഹ ലക്ഷ്മണം തതഃ സുഗ്രീവമഗ്രേ ബലിനം കപീശ്വരം സവാനരം ഹന്യചിരേണ വാനരാ ശ്രുത്വാ ദശഗ്രീവവചഃ സമാരുതിർ വിവൃദ്ധകോപേന ദഹന്നിവാസുരം അദ്യത്വാം ഹത്വ, ഇപ്പോൾ ഞാൻ നിന്നെ കൊന്നിട്ട്, തതഃ ജനകാത്മജം, ആ ജാനകിയെയും, തതഃ സഹ ലക്ഷ്മണം രാമം, പിന്നെ ലക്ഷ്മണനോട് കൂടിയ രാമനെയും, അഗ്രേ ബലിനം കപീശ്വരം സുഗ്രീവം, നിന്റെ ബലവാനും വാനരന്മാരുടെ രാജാവുമായ സുഗ്രീവനെയും, വാനരാ ഹേ, പിന്നെ ഹനുമാനോട് പറയാ, ഹേ വാനര, സവാനരം എല്ലാ വാനന്മാരോടും കൂടി, അചിരേണ ഹന്മി, ഞാൻ കാലതാമസമില്ലാതെ ആരെ? നിന്നെ ആദ്യം കൊല്ലും, പിന്നെ സീതയെ കൊല്ലും, പിന്നെ ലക്ഷ്മണനോട് കൂടിയിട്ടുള്ള ശ്രീരാമനെയും ലക്ഷ്മണനെയും കൊല്ലും, പിന്നെ ഞാൻ നിൻ്റെ സുഗ്രീവനെ, നിൻ്റെ രാജാവായിട്ടുള്ള സുഗ്രീവനെ കൊല്ലും, സുഗ്രീവൻ്റെ കൂടെയുള്ള എല്ലാ രാവണന്മാരെയും ഞാൻ കൊല്ലും. ഇത് പറഞ്ഞപ്പോൾ ദശഗ്രീവ ഇതങ്ങോട്ട് പറഞ്ഞു രാവണനെ,
ദശഗ്രീവച ശ്രുത്വ, രാവണൻ്റെ ആ വാക്ക് കേട്ടിട്ട് മാരുതി സഹ, വായുപുത്രനായിട്ടുള്ള ആ ഹനുമാൻ, വിവൃദ്ധ കോപേന വെച്ചാൽ എന്താ, വർദ്ധിച്ച കോപത്തോടെ, അസുരം ദഹൻ ഇവ ആഹ, അസുരനെ ദഹിപ്പിക്കും എന്ന് തോന്നുമാറ് പറഞ്ഞു. ആദ്യമായി നിന്നെയും പിന്നെ സീതയും പിന്നെ താമസിയാതെ രാമലക്ഷ്മണന്മാരെയും ഒട്ടും താമസമില്ലാതെ കാലം കളയാതെ സുഗ്രീവനെയും അവൻ്റെ കൂടെയുള്ള സകല വാനന്മാരെയും ഞാൻ കൊല്ലാൻ പോണു. ഞാൻ ഒട്ടും താമസിയാതെ അവരെയൊക്കെ കൊല്ലും. ഇതങ്ങോട്ട് കേട്ടപ്പോൾ, ഇങ്ങനെ രാവണൻ അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഹനുമാന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. വർദ്ധിച്ച കോപത്തോടെ എന്ന് പറഞ്ഞു അല്ലേ. രാവണനെ ദഹിപ്പിക്കണ മട്ടിൽ തിരിച്ച് രാവണനോട് പറഞ്ഞു. അതാണ് അടുത്തത്. ത്വാം ചാദ്യ ഹത്വാ ജനകാത്മജാം തതോ നിഹന്മി രാമം സഹ ലക്ഷ്മണം തതഃ സുഗ്രീവമഗ്രേ ബലിനം കപീശ്വരം സവാനരം ഹന്യചിരേണ വാനര. അചിരേണ വെച്ചാൽ താമസമില്ലാതെ ഞാൻ എല്ലാവരെയും കൊല്ലുന്ന. ശ്രുത്വാ ദശഗ്രീവവച, അത് കേട്ടപ്പോൾ സമാരുതിർ വിവൃദ്ധ കോപേന ദഹന്യവാസുരം, ഈ അസുരനെ കൊല്ലാനുള്ള ദേഷ്യത്തോട് കൂടിയിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് അടുത്ത ഒരു ശ്ലോകം കൂടിയും ചെയ്യാം. 30. നമേ സമ രാവണ കോടയോധമ രാമസ്യ ദൂതോഹമപാരവിക്രമ ശ്രുത്വാദികോപേന ഹനുമതോ വചോ ദശാനനോ രാക്ഷസമേകമബ്രവീത്. അവർ തമ്മിലുള്ള സംഭാഷണം അങ്ങടും ഇങ്ങടും. അപ്പം ദേഷ്യം വന്നിട്ട് ഹനുമാൻ എന്താ പറഞ്ഞത്? അഥമ, ഹേ ദുഷ്ട നീച, രാവണകോടയ മേ ന സമ. രാവണ കോടികൾ, കോടി രാവണന്മാർ വന്നാലും എനിക്ക് സമനല്ല. നീ ഒരു രാവണനേ ഉള്ളൂ. ഇപ്പോൾ നിന്നെപ്പോലെ കോടാനുകോടി രാവണന്മാർ വന്നാലും എൻ്റെ ശക്തിക്ക് തുല്യമല്ല. രാമസ്യ ദൂത അഹം, ശ്രീരാമദൂതനാണ് ഞാൻ. അപാരവിക്രമ, എൻ്റെ അറ്റമില്ലാത്ത വീര്യശൗര്യ പരാക്രമയാണ് ഞാൻ. ഹനുമതഃ വച, ഹനുമാൻ്റെ ഈ വാക്ക് കേട്ടപ്പോൾ ശ്രുത്വ, ശ്രവിച്ചിട്ട് അതികോപേൻ, അതിലേറെ കോപം വന്നു. ആർക്ക്? രാവണന്. അതികോപത്തോടു കൂടി ദശാനന, രാവണൻ ഏകം രാക്ഷസം അബ്രവീത്, ഒരു രാക്ഷസനോട് പറഞ്ഞു. വേറൊരു രാക്ഷസനോട് പറയുക ചെയ്ത കേട്ടോ. എന്താണ് നീ? അപ്പം എന്താ പറഞ്ഞ? ഹനുമാൻ രാവണൻ ഇങ്ങോട്ട് പറഞ്ഞത് കേട്ടപ്പോൾ വർദ്ധിച്ച കോപത്തോടുകൂടി പറഞ്ഞു, ഹേ നീചനായ രാവണ, ദുഷ്ട, നിന്നെപ്പോലുള്ള കോടി രാവണന്മാർ ഒന്നിച്ച് വന്നാലും എന്നോട് നേരിടാൻ പറ്റില്ല. എൻ്റെ ശക്തിക്ക് തുല്യാവില്ല നിന്നെപ്പോലുള്ള 100 കോടി രാവണന്മാർ വന്നാലും. രാമദൂതനായിട്ടുള്ള എൻ്റെ പരാക്രമം നിനക്ക് അറിയില്ല. അതിനു യാതൊരു അറ്റമില്ല. ഞാൻ രാമദൂതനാണ്. എൻ്റെ വീര്യ ശൗര്യ പരാക്രമങ്ങൾക്ക് യാതൊരു അറ്റവുമില്ല എന്ന് ഹനുമാൻ പറഞ്ഞത് കേട്ടിട്ട് കോപം കൊണ്ട് ജ്വലിച്ചിട്ട് രാവണൻ ഒരു രാക്ഷസനോട് പറഞ്ഞു എന്ന്. പിന്നെ ഹനുമാനോട് പറഞ്ഞു എന്നല്ല, വേറൊരു രാക്ഷസനോട് കൊല്ലാൻ പറയവും. നമുക്ക് നോക്കാം അടുത്ത ശ്ലോകം കേട്ടോ. 30 കൂടിയും ചെയ്ത് ഇന്ന് നിർത്താം. നമേ സമ, എൻ്റെ സമമായിട്ടില്ല എന്ന്. ഏത്? എൻ്റെ സമല്ല. ആര്? രാവണ കോടയോധമഹ, കോടി രാവണന്മാരും എനിക്ക് സമല്ല. രാമസ്യ ദൂതോഹം അപാരവിക്രമ ശ്രുത്വാദികോപേന ഹനുമതോ വചോ ദശാനനോ രാക്ഷസമേകമബ്രവീത്. ഒരു രാക്ഷസനോട് പറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണ അർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.